എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം വാർദ്ധക്യത്തെ എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളതാണ്. പ്രായം കൂടുന്നത് ആശങ്കയോടെ കാണാതെ പോസിറ്റീവായി സമീപിക്കുക എന്നതാണ് ഗ്രോ ഗ്രേസ്ഫുള്ളി ഓൾഡ് എന്നതിൻ്റെ അടിസ്ഥാന തത്വം. ശാരീരികവും മാനസികവുമായ പുത്തൻ ഉണർവ് നേടാൻ ചില കാര്യങ്ങൾ സഹായകരമാകും. ഒന്നാമത്തെ കാര്യം, പോഷകമൂല്യമുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ ഭക്ഷണം നമുക്ക് ആവശ്യമാണ് എന്നതാണ്. നമ്മുടെ ശരീരത്തോട് എന്നും നേരിട്ട് പ്രവർത്തിക്കുന്ന ഭൗതിക വസ്തുക്കളാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ. ആയതിനാൽ നമുക്ക് ആരോഗ്യവും രോഗവും ഒരുപോലെ വരുത്തുവാൻ ശേഷിയുള്ളതാണ് ഭക്ഷണപാനീയങ്ങൾ എന്നതാണ് സത്യം. പ്രായമാകുന്തോറും മാംസ്യം, വിറ്റാമിനുകൾ, മിനറലുകൾ, നാരുകൾ എന്നിവ അന്നജത്തേക്കാൾ ഉപരി അത്യാവശ്യമാണ്. അതായത് ഊർജത്തിൻ്റെ ആവശ്യം കുറയുകയും മറ്റ് പോഷകാവശ്യം കൂടുകയുമാണ് ചെയ്യുന്നത്. പ്രായമായവർ അരി, മൈദ എന്നിവ കൊണ്ടുള്ള ഭക്ഷണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവ കുറച്ച് കുവരക്, ഗോതമ്പ്, ബാർലി, ഇലക്കറികൾ, പയറ്, കടല, മീൻ മുതലായവയ്ക്ക് മുൻതൂക്കം നൽകണം. പഞ്ചസാര, ഉപ്പ്, അന്നജം, കൊഴുപ്പ് ഇവയുടെ മേൽ കടുത്ത നിയന്ത്രണവും ആവശ്യമാണ്. എല്ലിൻ്റെ സാന്ദ്രത, മസിലുകളുടെ ആരോഗ്യം, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി എന്നിവ കുറയുന്നു. പ്രായമായതിനാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഈ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ദഹനശേഷി വർദ്ധിപ്പിക്കാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങുന്ന പാനീയം, പഴങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. ഓരോ കോശങ്ങളുടെയും നിർമ്മാണ വൃത്തിയാക്കലിൻ്റെ വേളയിൽ വെള്ളം ഏറെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ വെള്ളം ശരാശരി 1.5 മുതൽ 2 ലിറ്റർ വരെ ദിവസവും കുടിക്കണം. റെഡ് ടീ, ഗ്രീൻ ടീ, നാരങ്ങ ജ്യൂസ്, തേൻ, തക്കാളി എന്നിവ ധാരാളം ഓക്സിഡൻറ്റുകൾ അടങ്ങിയവയാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓരോ നിമിഷവും ശരീരത്തിന് ഏറെ അത്യാവശ്യമാണെന്നിരിക്കെ ഇവയുടെ അഭാവമാണ് പ്രായമാവുന്നതിന് പ്രധാന കാരണമെന്ന് പഠനങ്ങൾ പറയുന്നു. ശരിയായ അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓരോ നിമിഷവും ശരീരത്തിൽ ഇല്ല എങ്കിൽ അപകടകാരികളായ ഫ്രീ റാഡിക്കലുകൾ ഓരോ കോശങ്ങളിലും കുഴപ്പങ്ങൾ വരുത്തുകയും ജീവിതശൈലീ രോഗങ്ങളായ അമിത കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. പാനീയങ്ങളിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രായമാകുമ്പോൾ സോഡിയത്തേക്കാൾ അധികം കാൽസ്യമാണ് നമുക്ക് ആവശ്യം. ദഹനക്കേട്, മലബന്ധം, പൊളിച്ചു തികട്ടൽ, നെഞ്ചരിച്ചിൽ എന്നിവ പ്രായമായവർക്ക് നിത്യസംഭവമാണ്. പ്രായമാകുന്നതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന കൂടുതൽ മരുന്നുകളുടെ ഉപയോഗം, അലസമായ ജീവിതശൈലി, പല്ലിൻ്റെ പ്രശ്നങ്ങൾ, ഭക്ഷണ രീതിയിലെ വ്യത്യാസങ്ങൾ എന്നിവ ദഹനശേഷിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ദഹനശേഷി നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. നല്ലതുപോലെ വേവിച്ച ഭക്ഷണം കഴിക്കുക. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കുന്നതും ദഹനത്തിന് സഹായിക്കും. എണ്ണയിൽ പൊരിച്ച ആഹാരപദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക. നാരുകൾ അടങ്ങിയ ഭക്ഷണം ദഹനശേഷി വർദ്ധിപ്പിക്കും. അടുത്തത്, യൗവനം നിലനിർത്താൻ വ്യായാമം ആവശ്യമാണ്. വ്യായാമം ശീലമാക്കേണ്ടതിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയാമെങ്കിലും വ്യായാമം ചെയ്യാൻ നമുക്ക് പലർക്കും മടിയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് ആനുപാതികമായി വ്യായാമം ചെയ്തിരിക്കണം.
പേശികളുടെ ആരോഗ്യത്തിനും എല്ലിന് കട്ടി കൂടാനും അസ്ഥിക്ഷയം തടയാനും വ്യായാമം ആവശ്യമാണ്. കൂടാതെ നല്ല കൊളസ്ട്രോൾ കൂടാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും സർവോപരി ഉന്മേഷം അഥവാ ഊർജത്തിൻ്റെ അളവ് നിലനിർത്താനും വ്യായാമം അത്യന്താപേക്ഷിതമാണ്. ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. പ്രായമായവർക്ക് നടത്തമാണ് ഏറ്റവും നല്ല വ്യായാമം. ദിവസവും 1 മണിക്കൂർ വരെ നടക്കുന്നത് ഒരു ശീലമാക്കുക. പറ്റുമെങ്കിൽ ദിവസവും ആരാധനാലയങ്ങളിലേക്ക് നടന്നു പോകുന്നത് ശീലമാക്കുക. ജോലിക്ക് പോകുന്നവർ കുറേ ദൂരമെങ്കിലും നടക്കാനായി മാറ്റിവെക്കുക. പടി കയറാനുള്ളത് ലിഫ്റ്റ് ഉപയോഗിക്കാതെ ചവിട്ടി കയറുകയും ഇറങ്ങുകയും ചെയ്യുക. എണ്ണ തേച്ചുള്ള കുളി രക്തചംക്രമണം കൂട്ടാനും സന്ധിവേദന കുറച്ച് കൊണ്ടുവരാനും സഹായിക്കും. ഇനി അടുത്തതായിട്ട് വാർദ്ധക്യത്തെ ആഘോഷിക്കാൻ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാനസിക സൗഖ്യം. അത് പ്രദാനം ചെയ്യാൻ യോഗയും ധ്യാനവും നമുക്ക് ആവശ്യമാണ്. ശരിയായ ചിന്തകളും അതോടൊപ്പം ഭയം, നിരാശ, ദുഃഖം, ഏകാന്തത, അകാരണമായ ഭയം എന്നിവ ഒഴിവാക്കുന്നതിനും ധ്യാനത്തിന് കഴിയും. നമുക്ക് സാധിക്കുന്നതും പ്രയോജനകരവുമായ പ്രാണായാമം, എളുപ്പമുള്ള ചില ആസനങ്ങൾ ഒക്കെ നിത്യവും ചെയ്യുന്നത് ഉത്തമമായ ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളാണ്. മനഃശാന്തി നൽകുന്ന മറ്റൊരു ഉത്തമ മാർഗമാണ് ധ്യാനം. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് എളുപ്പം വിടുതൽ ലഭിക്കും. രക്തസമ്മർദ്ദം, ശരീരവേദന എന്നിവ കുറയ്ക്കാൻ ധ്യാനത്തിന് കഴിയും. കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ഏകാന്തത കൈവരുന്നത് വഴി മനസ്സ് സ്വസ്ഥമാകും. ധ്യാനിക്കാനായി ചില മാർഗനിർദ്ദേശങ്ങൾ പറയാം. ഒന്നാമതായി, ധ്യാനിക്കാൻ ശാന്തമായ ഒരിടം തിരഞ്ഞെടുക്കുക. വീടിനകത്തോ പുറത്തോ ശബ്ദമലിനീകരണമില്ലാത്ത ഒരിടം. രണ്ടാമതായി, ശരീരശുദ്ധി, മലവിസർജനം എന്നിവ നടത്തിയ ശേഷം ധ്യാനിക്കാനിരിക്കുക. മൂന്നാമത്, പായ വിരിച്ച് നിലത്തിരിക്കുകയോ കസേരയിലോ കട്ടിലിലോ ഇരുന്നും ധ്യാനിക്കുക. ആദ്യമേ തന്നെ ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ടെൻഷനും പുറത്തേക്ക് വിടുക. ഈ സമയം റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും ധ്യാനത്തിന് ഉപകരിക്കുന്നതാണ്. അടുത്തതായി, ഏകാന്തത മാറ്റാൻ സൗഹൃദങ്ങൾ കെട്ടിപ്പിടിക്കുക. ഏകാന്തത എന്ന തടവറ സൃഷ്ടിക്കുന്ന ശൂന്യതയിൽ നിന്നും മോചനം തേടാൻ സൗഹൃദങ്ങൾക്ക് അപാര കഴിവുണ്ട്. പഴയ കൂട്ടുകാരെ കണ്ടുപിടിച്ച് സൗഹൃദം പുതുക്കുന്നത് മനസ്സുകൊണ്ടെങ്കിലും പഴയ കാലത്തിലേക്കുള്ള മടക്കം സാധ്യമാക്കും. അതുപോലെ പ്രായമായി എന്ന ചിന്ത വെടിയുക എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ചെറുപ്പമാണ് എന്ന് മനസ്സിൽ ആവർത്തിച്ച് പറയുക. എല്ലാ കാര്യങ്ങളുടെയും പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുക. പ്രായമാവുക, രോഗങ്ങൾ പിടിപെടുക, ശരീരശേഷി കുറയുക, മരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രകൃതി നിയമമാണെന്നും ഈ ലോകത്തുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും മനസ്സിനെ കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ യാത്രകൾ നടത്താം. തീർത്ഥയാത്രകൾ ഒന്നുകൂടി നല്ലതാണ്. പുസ്തകങ്ങൾ വായിക്കുക, പ്രത്യേകിച്ച് ആധ്യാത്മിക പുസ്തകങ്ങൾ. TV-യിലെ നല്ല നല്ല പ്രോഗ്രാമുകൾ കാണുക, കൊച്ചുകുട്ടികളുടെ കളികൾ ശ്രദ്ധിക്കുക, പൂന്തോട്ടത്തിൽ സഹായിക്കുക, പുതിയ പാചകവിദ്യകൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുക, നല്ല സിനിമകൾ കാണുക എന്നിങ്ങനെയുള്ള ഹോബികൾ വളർത്തിയെടുക്കുന്നത് മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി വേറൊരു സുപ്രധാന ഘടകമാണ് നല്ല ഉന്മേഷത്തിന് നന്നായി ഉറങ്ങണം എന്നുള്ളത്. പ്രായമേറിയാൽ
ശരിയായ ഉറക്കം കിട്ടുന്നില്ല എന്നത് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ ഇത് കലശലായി മാറുകയും കുടുംബത്തിൽ ഒരു പ്രശ്നമായി തന്നെ മാറാനും ഇടയുണ്ട്. ശരിയായ ഉറക്കം കിട്ടാൻ ശരിയായ ചില നിദ്രാശുചിത്വ തത്വങ്ങൾ പാലിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാം. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം. തലച്ചോറിന് ഉത്തേജനം നൽകുന്ന കാപ്പി, ചായ ഇവ രാത്രിയിൽ ഒഴിവാക്കുക. ഉറക്കം തോന്നി തുടങ്ങുമ്പോൾ മാത്രം കിടക്ക ഉപയോഗിക്കുക. പകൽ ഉറക്കം കഴിവതും ഒഴിവാക്കുക. കാരണം രാത്രിയിലുള്ള ഉറക്കത്തെ പകലുറക്കം വൈകിപ്പിക്കും. ശരിയായ ഊഷ്മാവ്, അതായത് ശരിയായ ചൂടും ശരിയായ തണുപ്പുമുള്ള മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് ഉത്തമം. ശക്തമായ പ്രകാശത്തെ മുറിയിൽ നിന്ന് മറയ്ക്കുക. ലഘു വ്യായാമം ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള ഡ്രില്ല് ചെയ്യുന്നത് ഉറക്കം കിട്ടുന്നതിന് നല്ലതാണ്. പകൽ സമയങ്ങളിൽ 1 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് രാത്രി ഉറക്കത്തിന് നല്ലതാണ്. സംഗീതത്തിൽ താല്പര്യമുള്ളവർ അവർക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്നതും ഉറക്കം വരുന്നതിന് സഹായകരമാകും. എല്ലാറ്റിനും ഉപരിയായി ഒരു ദിവസം കൂടി ഇത്രയുമെങ്കിലും ആരോഗ്യത്തോടെ ഈ ലോകത്ത് ചെലവഴിക്കാൻ ഇടയാക്കിയ സൃഷ്ടാവിനെ ഓർത്ത് നന്ദി പറയുക. അടുത്തതായി, ആരോഗ്യത്തിനും ദീർഘായുസ്സിനും മുൻകരുതലായി ചിട്ടയായ വൈദ്യപരിശോധന വേണമെന്നുള്ളതാണ്. രോഗനിർണയത്തിൽ പരിശോധനകൾ നിർണായക പങ്ക് വഹിക്കുന്നു. രോഗബാധ ഉണ്ടാകാത്തവരാണെങ്കിൽ പോലും 65 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിലൊരിക്കലെങ്കിലും സ്വന്തം ആരോഗ്യത്തെ വിലയിരുത്താൻ ശ്രമിക്കണം. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, അസ്ഥിശൈഥില്യം, രക്തത്തിലെ കൊളസ്ട്രോൾ, മാറിലെ ക്യാൻസർ, ഗർഭാശയ ഗള ക്യാൻസർ, ഓർമ്മക്കുറവ്, മേധാക്ഷയം എന്നീ രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്താം. പുരുഷന്മാർ മധ്യവയസ്സിൽ തന്നെ പ്രോസ്റ്റേറ്റ് പരിശോധന നടത്തണം. ഇനി രോഗങ്ങളുള്ളവർ ചികിത്സയുടെ ഭാഗമായി പ്രത്യേക പരിശോധനകൾ സമയാസമയങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തണം. ഉദാഹരണത്തിന്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പ്രമേഹ രോഗികളിലും ഹീമോഗ്ലോബിൻ്റെ അളവ് വിളർച്ചയുള്ളവരിലും ക്രിയാറ്റിൻ്റെ അളവ് വൃക്കരോഗികളിലും കൊളസ്ട്രോൾ ഹൃദ്രോഗികളിലും പ്രധാനമാണ്. അമിത രക്തസമ്മർദ്ദമുള്ളവർ കൃത്യമായി അവ പരിശോധിച്ച് രേഖപ്പെടുത്തുകയും ECG പരിശോധനയിലൂടെ മനസ്സിലാക്കുകയും ഡോക്ടറെ സമീപിക്കുകയും വേണം. പ്രായമായവർക്ക് വർഷത്തിലൊരിക്കലോ ചിലപ്പോൾ ഒറ്റത്തവണ മാത്രമായോ എടുക്കാൻ സാധിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇവയിൽ പ്രാധാന്യമുള്ളവയാണ് ഇൻഫ്ലുവൻസ, ശ്വാസകോശാണുബാധ തുടങ്ങിയവ. ആഹാരത്തിലെ പോഷകക്കുറവ് പരിഹരിക്കാനും സ്ഥിരമായ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശ അനുസരണം കഴിക്കാം. അടുത്ത വേറൊരു ഘടകമാണ് ജീവിതം ആസ്വദിക്കാൻ ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക എന്നത്. ഏതൊരു പ്രായക്കാരുടെയും ആരോഗ്യം കാർന്നു തിന്നാൻ ശേഷിയുള്ള ശീലങ്ങളാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. അവയിൽ പ്രധാനമാണ് പുകവലിയും മദ്യപാനവും. വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ചും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവർ മദ്യപാനവും പുകവലിയും ശീലമാക്കാൻ നല്ല അവസരമാണ്. ശാരീരിക അധ്വാനമില്ലാത്ത അത്തരം അവസ്ഥകളിൽ ഇവ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മദ്യം ശീലമായാൽ പെട്ടെന്ന് ആ ശീലത്തിൽ നിന്നും
പിന്തിരിയുന്നത് മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുടിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. കണ്ണുകൾ, തലച്ചോറ്, കരൾ, വൃക്ക എന്നീ അവയവങ്ങളെയെല്ലാം മദ്യം ദോഷകരമായി ബാധിക്കുകയും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യും. പുകവലി ശീലമുള്ളവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 20 മടങ്ങ് അധികമാണ്. അർബുദ സാധ്യതയും കൂടുതലാണ്. വായിലെ അർബുദത്തിന് പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ്. പാൻ പരാഗ് പോലുള്ള ലഹരി വസ്തുക്കളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അർബുദം സൃഷ്ടിക്കുന്നവയാണ്. മദ്യപിക്കാനോ പുകവലിക്കാനോ തോന്നുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി മറ്റ് ജോലികളിൽ ഏർപ്പെടണം. വായനയിലോ കൃഷിയിടങ്ങളിലോ പൂന്തോട്ടത്തിലോ ഉള്ള ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവസാനമായിട്ടുള്ള ഒരു പ്രത്യേക ഘടകം ആണ് നല്ല മരണം ലഭിക്കാനായി ആധ്യാത്മികതയിലേക്ക് തിരിയുക എന്നുള്ളത്. ജനിച്ചാൽ എല്ലാവരും ഒരു ദിവസം മരിക്കണം. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ സമാധാനമായിട്ട് ഒരു മരണം ലഭിക്കാൻ നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. ആകസ്മികമായോ അപകടം മൂലമോ ഉള്ള മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഒരു പരിധി വരെ കഴിയും. ഈ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവം തന്ന ദാനമായി കണക്കാക്കി ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ആരോഗ്യത്തോടെ മറ്റുള്ളവരെ കഴിവതും ശല്യപ്പെടുത്താതെയുള്ള ഒരു ജീവിതം ഓരോരുത്തരും ശ്രമിച്ചാൽ കുറേയൊക്കെ ഇത് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം.